ഗുരുവിൻ്റെ 15 ശ്ലോകങ്ങളടങ്ങിയ കാവ്യമാണ് അറിവ് എന്നത്. ഗുരു അറിവ് എന്ന് പറയുന്നത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഏകമായ അറിവാണ്. നമുക്ക് അറിവ് എന്ന് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന പല വിഷയങ്ങളെ പറ്റിയുള്ള അറിവാണ്. അപ്പോൾ അതിനെ നമുക്ക് കാര്യങ്ങൾ എന്ന് പറയാം. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ആണ്. അതിനൊരു കാരണമുണ്ട്. പ്രപഞ്ചത്തിന് കാര്യമുണ്ട്, അതിന് ഏകമായ ഒരു കാരണവുമുണ്ട്. ആ കാരണത്തെയാണ് ഗുരു അറിവ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ അറിവിലേക്ക് പോകാൻ പറ്റും. പലപ്പോഴും പല ഗുരുക്കന്മാരും പല സന്ദർഭത്തിൽ ഇവിടെ വരുന്നത് ഈ അറിവിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാക്കി തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ബോധത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആത്മം എന്ന പദത്തിന് നിലനിൽപ്പ്, അസ്തിത്വം, തൻ്റേത്, തൻ്റെ അത്, തനിൽ അതുണ്ട്. അതാണ് തത്വം അസി. തത്വം അസി എന്ന് പറയുന്നത് തത്, അത്, ത്വം, നീ ആണ്. അസ്തിത്വം, ത്വം, നീ, നിന്നിൽ ഉണ്ട്, അതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിലനിൽപ്പും അത് തന്നെയാണ്. ഇല്ല, നമുക്കൊരു നിലനിൽപ്പുണ്ടായിരിക്കണം. അവിടെ നമ്മളെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കോടാനുകോടി കോശങ്ങൾ പലതും കറങ്ങേണ്ട രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചെവിയേക്കും കണ്ണിനും എല്ലാം പ്രകാശം തരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആര് എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. അന്വേഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന, പാമ്പിനെ പോലെ ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയെ നമ്മൾ കണ്ടെത്തുന്നു. ആ മനസ്സ് ശുദ്ധമായതോടുകൂടി അതിൻ്റെ ചലനം പതുക്കെയാവും. പതുക്കെയാകുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ഞാൻ ആരാണ്, എന്തിനാണ് ഈ ലോകത്ത് വന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. സോക്രട്ടീസ് പറയുന്നുണ്ട്, ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ് സത്യത്തിലേക്ക് പോകുന്നത്. ഗുരുവും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ വരികയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അന്വേഷിക്കുമ്പോൾ ഒരു ഗുരു അടുത്ത് വന്നില്ലെങ്കിൽ പോലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ബോധം ഗുരുവായി വരികയും നമുക്ക് ഓരോ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്കത് 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് കിട്ടി. ഉപഗുപ്തൻ വാസുദേവത്തോട് പറയുമ്പോൾ ഒരു നിമിഷം ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളി ജ്വലിക്കാനും മാലണയ്ക്കും തമസാകെ മാഞ്ഞു പോകാനും. പെട്ടെന്നാണ് ആ ബോധം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ബോധം വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ അസത്യങ്ങൾ, നിത്യമല്ലാത്തത് ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ അനശ്വരത തേടിപ്പോകുന്നു. ആ അനശ്വരമായ സത്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതിയിൽ കാണുന്ന അളവറ്റ വസ്തുക്കളിൽ അന്വേഷിച്ചാൽ നമുക്കൊരിക്കലും കിട്ടുകയില്ല. നമ്മുടെ ഉള്ളിലേക്ക് 7 പടവുകൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളങ്ങോട്ട് പ്രകാശിക്കും. ആ പ്രകാശം ദൈവമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇല്ല, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേരുകയും അറിയാൻ ആളില്ലാത്ത അവസ്ഥ എത്തുകയും ചെയ്യും. നദി എപ്രകാരമാണോ കടലിൽ ചെന്ന് ചേർന്നാൽ കടലായി മാറുന്നത് പോലെ, തിരമാല എപ്രകാരമാണോ മുകളിൽ നിൽക്കുമ്പോൾ താൻ പ്രത്യേകതയുള്ള എന്തോ ആണ് എന്ന് വിചാരിക്കുകയും കടലിലേക്ക് താഴുമ്പോൾ അതൊന്നായി മാറുകയും ചെയ്യുന്നത് പോലെ, ആ ഒന്നിലേക്ക് പോകാനുള്ള ഉപദേശമാണ് ഗുരുവിൻ്റെ ശ്ലോകങ്ങളെല്ലാം തന്നെ. ആ ഏക സത്യത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകുന്നു, എന്തിനാണിതിന് പോകുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നു. ഇവിടെ തന്നെ എല്ലാ സുഖങ്ങളും ഇല്ലേ എന്ന്. അല്പാൽപ സുഖമാണ്, പക്ഷേ ഏതെങ്കിലും ഒരു സുഖം പോകുമ്പോൾ നമ്മൾ ദുഃഖത്തിൽ മുങ്ങി നമ്മൾ പലതിലേക്കും പോകുന്നു. മദ്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പോകുന്നു, ഈ രീതിയിലുള്ള വൃത്തികേടിലേക്കൊക്കെ നമ്മൾ പോകും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ലാതെ നമ്മുടെ അനശ്വരമായ ആ സത്യത്തിൽ ചെന്നെത്തുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി ചലിക്കാതെ നിൽക്കുന്നു. സുഖത്തിലോ ദുഃഖത്തിലോ അങ്ങനെ ആടി ഉലയില്ല. ഒരേപോലെ സമനിലയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും. ജ്ഞാനമുള്ളവൻ മാത്രം, അരുളുള്ളവനാണ് ജീവിയെന്ന് ഗുരു പറയുന്നത് അതുകൊണ്ടാണ്. ആ ജ്ഞാനമുള്ളവൻ മാത്രമാണ് ജീവി. മറ്റത് ആരും മൃഗതുല്യരാണ് മനുഷ്യർ. ആ മൃഗവാസനകളാണ് അവനിലുള്ളത്. അവൻ ശാന്തമാകാനും ശക്തനാകാനും ഒക്കെ നമുക്ക് കഴിയും. ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ളവർക്ക് പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് പറ്റും എന്നുള്ളത് ഗുരു എപ്പോഴും പറയും. സന്ദേഹമുള്ള കാര്യത്തെപ്പറ്റി പറയരുത്. ഞാനും ഒരിക്കലും ഇതിനു മുമ്പ് ഇതൊന്നും പറയാൻ ഇറങ്ങിയില്ല. എൻ്റെ ഉള്ളിലെ ആ പ്രകാശത്തെ കാണാനും
പ്രകാശത്തെ അലിഞ്ഞു ചേരാനും കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിന് പറ്റും എങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആ പറ്റും എന്നുള്ള സത്യം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആത്മത്തിലേക്ക് ഉള്ള ഒരു അന്വേഷണമാണ് ഗുരുവിൻ്റെ ഈ അറിവ് എന്നുള്ള കാവ്യം. ആ കാവ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എല്ലാവരും ആനന്ദമാണ്. ആ ആനന്ദത്തിൽ ഇതിൻ്റെ മധു ഉണ്ട് ആരമിക്കുന്ന വണ്ടായി മാറാൻ നമുക്ക് കഴിയണം. അതിലേക്ക് പോകാനുള്ള വഴിയാണ് ഗുരു അറിവ് എന്നുള്ള കാവ്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ കാവ്യത്തിലേക്ക് അടുത്ത ആഴ്ച പോകാം. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.